ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. നമ്മൾ തോൽപ്പെട്ടി വഴിയായിരുന്നു പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് മാനകളൊക്കെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. നമ്മളൊരു വെള്ളച്ചാട്ടവും ഒരു ട്രക്കിങ്ങുമാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് വെള്ളച്ചാട്ടം കാണാനായിരുന്നു. വഴി കാണിച്ചു തരാനായിട്ട് അവിടെ നിന്ന് തന്നെ ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയാളാണ് നമുക്ക് വഴിയെല്ലാം കാണിച്ചു തന്നത്. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടിവശത്ത് പോകാൻ പറ്റിയില്ല, അവിടെ ഒന്ന് നിരോധിച്ചിരിക്കുകയായിരുന്നു. അത് നമ്മൾ മോൾ വശത്തേക്കാണ് പോയത്, വെള്ളം സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയിലോട്ട്. ഞങ്ങൾ പോകുന്ന സ്ഥലം ഒക്കെ വഴിയെ പറഞ്ഞു തരാം. അടുത്തതായിട്ട് നമ്മൾ ട്രക്കിങ്ങിനാണ് പോകുന്നത്. അതും ഈ വെള്ളച്ചാട്ടത്തിന് അടുത്ത് തന്നെയായിരുന്നു ലൊക്കേഷനെല്ലാം വരുന്നത്. കർണാടകയിലുള്ള മടിക്കേരിക്ക് അടുത്താണ് ഈ രണ്ട് ലൊക്കേഷൻ വരുന്നത്. ഏകദേശം ഈ ട്രക്കിംഗ് സ്പോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് രണ്ട് സൈഡിലായിട്ട് രണ്ട് മലകളുണ്ട്. അതിലൊരു സൈഡിൽ നമ്മൾ കുറച്ച് മുന്നേ വന്ന് കയറിയതായിരുന്നു. ഇതിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ വട്ടം വന്നിരിക്കുന്നത്. നമ്മൾ എത്തിയ വേടനെ ഏകദേശം ഫുൾ കോട, 360 ഡിഗ്രി മൊത്തം കോടയിൽ പൊതിഞ്ഞ് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കയറുന്ന മലയൊന്നും ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റുന്നില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കയറി തുടങ്ങി മുകളിലെത്തുമ്പോൾ ഫെൻസിങ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ആനയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ ട്രക്കിങ്ങിന് പോകുന്ന മലയുടെ പേര് കബ്ബെ ഹിൽസ് എന്നാണ്. അതിലോട്ട് വരുന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ കണ്ട വെള്ളച്ചാട്ടം. ഞങ്ങൾ 4 പേരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 2 ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്ര നേരമായിട്ടും വ്യൂ പോയിൻ്റ് ഒന്നും വരെയൊക്കെ കാണാൻ പറ്റിയില്ല. ഫുൾ ടൈം കോട തന്നെയാണ്. നമ്മൾ കോട പോയൊരു ഗ്യാപ്പ് കിട്ടുമോ നോക്കി നിന്നുമായിരുന്നു. ഇത് ബസ് വന്നൊരു ചെറിയൊരു വ്യൂ പോയിൻ്റ് പോലത്തെ സ്ഥലമാണ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കാൻ പറ്റിയ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് ഒന്നൊന്ന് കോട മാറിയപ്പോൾ ലഭിച്ചില്ല. ആ ടോപ്പിലേക്കായിരുന്നു നമ്മൾ എത്തേണ്ടിയിരുന്നത്. പക്ഷേ അവിടം വരെ കയറാൻ പറ്റുകയില്ല, കാരണം അത്രയ്ക്കും നല്ല കുത്തനെയുള്ള കയറ്റമായിരുന്നു. കുറച്ച് വഴി കഴിഞ്ഞപ്പോൾ തന്നെ ഈ നടക്കാനുള്ള ചെറിയ ഇതൊക്കെ ഇല്ലാതായിപ്പോയി. അപ്പോൾ പിന്നെ അങ്ങ് മുകളിലോട്ട് അങ്ങ് കയറാൻ പറ്റിയില്ല. ഇടയ്ക്കൊന്ന് കോട മാറി ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. അപ്പോൾ കിട്ടുന്ന ഒരു ഷോട്ടാണിത്. സെക്കൻഡുകൾ കൊണ്ട് തന്നെ കാലാവസ്ഥ മൊത്തം മാറി മറിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. സാധാരണ ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു മലയിലേക്കല്ല കയറാറ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് പറഞ്ഞാൽ അവിടത്തേക്കാണ് കൂടുതൽ ആളുകളും നോർമലി കയറുക. ഓപ്പോസിറ്റ് ഉണ്ട് പറഞ്ഞ മലയാണ് ഈ കാണുന്നത്. കൂടുതൽ ആളുകളും ഈ ഒരു മലയിലോട്ടാണ് കയറാറ്. കാരണം അതാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം കാണുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്കാണ് ആദ്യം കയറി പോവുക. 2ൻ്റെ മുകളിൽ കയറിയാലും നല്ല വ്യൂ കിട്ടും. പക്ഷേ ഈ വട്ടം ഞങ്ങൾക്ക് മൊത്തം കോടമഞ്ഞ് മാത്രമേ കിട്ടിയുള്ളൂ. അവിടുത്തെ കാഴ്ചയെല്ലാം കണ്ട് അവസാനം ഞങ്ങൾ പിന്നെ താഴോട്ടേക്ക് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഒരു കാട്ടാനയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.